രണ്ടാമത്തെ ചിന്നിന് ഫോൺ കാണില്ല. അതെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ലണ്ടനിലോട്ടാണ് പോകുന്നത്. ലണ്ടനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർവെയർ വരെ അടിച്ചുകൊണ്ട് പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമ്മളെല്ലാം സൂക്ഷിച്ചും കണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാം അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലണ്ടനിൽ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട്. ഇതിൽ നിന്ന് മറ്റൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ കല്യാണമാണ് ലണ്ടനിൽ വെച്ചിട്ട്. നമ്മൾ നാഷണൽ എക്സ്പ്രസ് വഴിയാണ് പോകുന്നത്. നാഷണൽ എക്സ്പ്രസ് വഴി പോയി ലണ്ടൻ വിക്ടോറിയയിൽ ഇറങ്ങി അവിടുന്ന് ട്യൂബ് വിളിച്ച് നമ്മൾ കറക്റ്റ് സ്ഥലം എവിടെയെന്ന് അറിയില്ല. ലണ്ടനിലാണ് അരമണിക്കൂറേ ഉള്ളൂ ഇവിടുന്ന് ലണ്ടൻ ബ്രിഡ്ജിലോട്ട് വാക്കിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ അടങ്ങി അവിടെ കുറേ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു മുസ്ലിം ഏരിയ ആണ് ഫുള്ള്. നമ്മളങ്ങനെ ഒരു Airbnb ആണ് നമുക്ക് ബുക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ പോയി ഇത് കണ്ടില്ലേ, ടോയ്ലറ്റ് പേപ്പർ വെച്ചിട്ട് കലാവിരുതുകൾ ഉണ്ടായിരുന്നു. റൂം നന്നായിട്ടുണ്ടായിരുന്നു, ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് റൂം. ഇതുണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല റൂമായിരുന്നു എന്നൊന്നും പറയാല്ല. ഓക്കെ, കുഴപ്പമില്ലാത്തൊരു റൂമായിരുന്നു. കൊള്ളാം. അങ്ങനെ നമ്മൾ അവിടെ വൈകുന്നേരം നമ്മളൊരു ഉച്ചയ്ക്കാണ് അവിടെ എത്തിയത്. എന്നിട്ട് വൈകുന്നേരം നമുക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ശീതളും ഷാരോണൊക്കെ വന്നിട്ടുണ്ട്. ഇവർ കാറിലാണ് വന്നത്, നമ്മൾ ബസ്സിനാണ് വന്നത്. ഇവർക്ക് വർക്ക് കഴിഞ്ഞിട്ടാണ് വന്നത്, അതുകൊണ്ട് ലേറ്റ് ആയിപ്പോയി. പുറത്തോട്ട് നടക്കാൻ പോവാണ്. സ്ഥലത്തിന്റെ പേരെന്താണെന്നറിയോ? നമ്മൾ കുറച്ച് നേരത്തെ റെഡി ആയതുകൊണ്ട് കുറച്ചൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ അവിടെ അടുത്ത് തന്നെയാണ് അവരും സ്റ്റേ ചെയ്യുന്നത്. രണ്ട് വേറെ വേറെ Airbnb-യിലാണ് കേട്ടോ. കുറച്ച് പേര് വേറെ, കുറച്ച് പേര് വേറെ. അപ്പം ബ്രൈഡിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ആ പോകുന്ന വഴിയിൽ നമ്മൾ കുറച്ച് സംഭവമൊക്കെ കാണാൻ ലണ്ടനിലോട്ട് വന്നതല്ലേ, സ്ട്രീറ്റിലൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. മോമോസ് ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ഷോപ്പ് കയറി മോമോസ്. ഇവിടെയൊക്കെ റേറ്റ്, നമ്മൾ പെയിൻ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അവിടെ അപേക്ഷിച്ച് ഇവിടെ റേറ്റൊക്കെ ഭയങ്കര കുറവാണ്, അഫോർഡബിളാണ് കുറേ കാര്യങ്ങളൊക്കെ. ഇവിടെ 6 പൗണ്ടൊക്കെ ഉള്ളൂ. അവിടെയൊക്കെ ആണെങ്കിൽ 10 പൗണ്ട് 11 പൗണ്ട് കുറഞ്ഞതൊന്നുമില്ല. അങ്ങനെ നമ്മളവിടെ കയറിയ പിന്നെ വേറെ ഫ്രണ്ട്സൊക്കെ വരാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു കുറച്ച് നേരം. നമുക്ക് കണ്ടില്ല, ഇത് ഇലക്ട്രിക് സൈക്കിളൊക്കെ ഉണ്ട്, നമുക്കിത് ടാപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ ചുമ്മാ അവിടെ ഇരുന്ന് പോസ്റ്റായി. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്ന് അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോയി. ആ വീഡിയോ ഒന്നും എടുത്തില്ല, ഞാനുള്ള വീഡിയോസ് ഞാൻ ഇതിലിടുന്നുണ്ട്. അങ്ങനെ ഈ ഡ്രസ്സ് കണ്ടില്ലേ, ഈ ഡ്രസ്സാണ് നമ്മൾ ബ്രൈഡിൻ്റെ ഷവറിന് ഇടുന്നത്. ഇവിടുത്തെ അവർ ഫിലിപ്പീൻസ് ആണ് ബ്രൈഡ് വന്നിട്ട്. അപ്പോൾ അവർ എന്താ പറയുക, ഇങ്ങനെ നൈറ്റ് ഡ്രസ്സ് ആണ് ബ്രൈഡൽ ഷവറിന് തലേ ദിവസം ഇടുന്നത്. ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഫോട്ടോഷൂട്ടും ഫോട്ടോകളൊക്കെ എടുത്തു. ഒരു 2-3 മണിക്കൂറൊക്കെ അവിടെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം കൂടി സംസാരിച്ചിരുന്ന് കുറേ പേരുണ്ടായിരുന്നു, ഫാമിലി ആയിട്ടുണ്ടായിരുന്നു, കുറേ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. The first question. Who made the first move? Next, no cheating. A 5. Next, who snores the loudest? Really? Okay. Oh, wait, let me correct. What's the loudest about what? Sound. Okay. Next, who takes the longest to shower? Who is funnier? Who is the planner? Me. All the men. You need to make. ഇവർ നമ്മളെല്ലാവരും കൂടി ഒരേ ഡ്രസ്സ് ഇട്ടവരൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. കുറേയൊക്കെ നമ്മളിവിടെ വർക്ക് ചെയ്യുന്നതാണ്. കുറേ അവിടെ കസിൻസ് ഉണ്ട്. പിന്നെ കുറേ ഗെയിമൊക്കെ ഉണ്ട്. ഞാൻ എന്തോ നോക്കിയിരിക്കുവാണ്, ഓരോന്ന് നോക്കിയിട്ട്. നല്ല അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ആസ് യൂഷ്വൽ നല്ല ഫുഡ് ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ. അധികം കഴിക്കാൻ പറ്റില്ല എങ്കിലും. പിന്നെ പിറ്റേ ദിവസമായിട്ടോ കുറേ ഒന്നും എടുക്കാൻ പറ്റില്ല, കുറേയൊക്കെ വേറെ ഏതൊക്കെ ഫോണിലാണ് ഒക്കെ എടുത്ത്. നമ്മളിവിടെയാണ് നമ്മളെ ഫങ്ഷൻ വന്നിട്ട് ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് നമ്മളെ വെഡ്ഡിങ് സെറിമണി. അവിടെ നിതുലൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുവാണ്. നമ്മൾ നേരത്തെ എത്തി. പിന്നെ പെണ്ണ് വന്നു. പിന്നെ വന്നിട്ട് അവിടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. Don't cry. Take a photo. Oh, your like what uncle has. Patayin. Nasa bakasyon kaya yung utak ko. Si Sisi naging si Dola. Sige.
അങ്ങനെ നമ്മൾ ഫോട്ടോസും കുറേയൊക്കെ എടുത്തിട്ട് നമ്മൾ ഹാളിൻ്റെ ഉള്ളിലോട്ട് കയറി. പിന്നെ അവിടെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, എന്തോ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ അല്ല, കൗൺസിലിങ്ങോ എന്തോ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് സൈനൊക്കെ ചെയ്യേണ്ട അങ്ങോട്ട് പോകുന്നത്. എന്തോ These vows are formal and public pledge of their love and a promise of a lifelong to law for the celebration of marriages. And we're here today to witness the joining of matrimony of this couple of no legal reason. I, Grace, may not be joined in marriage with wonderful. I'm going to take off these vows of you and I'm going to get you to turn and face one another and join hands. Now that you're both declared, you're free to marry. We'll come to the part of the ceremony where you take each other as husbands to be loving, faithful and loyal to him for the rest of your lives together. Yes, I do. So now if you can repeat after me, Nithal, you're saying these words to Grace, okay? I, Nithal, take you and your made. It is an unbroken circle which symbolizes. Wonderful. Okay, so just stand one bit to the side, that's it, just where you are. And if you place and repeat after me. Grace, I offer you this ring. Grace, I offer you this ring. As a symbol of my love and devotion. As a symbol of my love and devotion. May Nithal and Grace, you both now make the declarations required by law and make a solemn and binding contract with each other in the presence of your witnesses, guests and guests, the registrar of marriages. It therefore gives me great pleasure to announce that you are now by the hands and lead her into your happy ever after. Thank you. അങ്ങനെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. വീണ്ടും കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ ഫോട്ടോ ഒക്കെ ജിഷ്ണുവിൻ്റെ കയ്യിലാണ്. അവനായിരുന്നു ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ. അതുകൊണ്ട് എൻ്റെ കയ്യിലൊന്നും എടുത്തിട്ടില്ല. അത് ഇപ്പോൾ ഉള്ള ക്ലിപ്സൊക്കെ വെച്ചിട്ടാണ് ഞാനിതിലിടുന്നത്. അപ്പോൾ അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. കുറച്ച് ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് നടന്നോട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലെത്തി. ഒരു ഫാൻസി റെസ്റ്റോറൻ്റ് ആയിരുന്നു, അത്യാവശ്യം വലിയ റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നത്. നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതേപോലെ നല്ല റേറ്റും ഉണ്ട് എല്ലാത്തിനും. പിന്നെ നമ്മളെല്ലാം കൊടുക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഓൾറെഡി മുന്നേ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെ പേരും വെച്ചിട്ട് എന്താ ഓർഡർ ചെയ്തത്, എന്താണ് മെയിൻ, സ്റ്റാർട്ടേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ കുറേ ടൈം എടുക്കുന്നുണ്ട് കേട്ടോ വരാൻ വേണ്ടിയിട്ട്. കുറേ നേരം വരും. ഫാൻസി റെസ്റ്റോറൻറ്റിലൊക്കെ എങ്ങനെയാണെന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ ടൈം നമ്മൾ അപ്പം 4-5 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. പിന്നെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇടയിൽ വെച്ചിട്ട്. ഒരു ഇൻറ്റിമേറ്റ് ഫംഗ്ഷൻ പോലെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു നാന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ടർ, മെയിൻ, ഡെസേർട്ട്, അങ്ങനെ. പിന്നെ ഓരോരുത്തരെ പറ്റി ഇങ്ങനെ പറയുക, ഓരോരുത്തരുടെ അഭിപ്രായം പറയുക. എന്നെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാനിതിലിട്ടിട്ടില്ല. ടോട്ടലി അടിപൊളിയായിരുന്നു. നല്ലൊരു ഫംഗ്ഷനായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഫുഡൊക്കെ കഴിച്ച് കഷ്ടപ്പെട്ട് ഫോർക്കൊന്ന് വെച്ചിട്ട് കഴിക്കാൻ ഭയങ്കര പാടാണ്. ആ കൊച്ചിനെ കണ്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഞാൻ കുറേ നേരമായി അതിൻ്റെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് വീഡിയോയിൽ പെട്ടപ്പോൾ ഞാൻ എടുത്തതേ ഉള്ളൂ. സ്റ്റീക്കാണിത്. From the very beginning up to this moment, and I really believe in God's words. When I have doubt about her, Everyone requested to have your first kiss in front of us. Again, the second kiss, right? 6, 5, 4, 3, 2, 1. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ടോയ്ലറ്റിൽ പോയി മിറർ സെൽഫി നിർത്തുന്നുള്ളൂ. അപ്പോഴാണെങ്കിൽ എന്നെ സങ്കടകരമായ കാഴ്ച കാണുന്നത്. ഞാൻ അമ്മാതിരി തടിയുടെ തടിച്ചിരിക്കുന്നത്. അതിൻ്റെയൊക്കെ സങ്കടത്തിലിരിക്കുമായിരുന്നു. എന്തായാലും അടുത്ത പ്രാവശ്യം കുറയ്ക്കണം, കുറച്ച് കഷ്ടപ്പെടണം. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പോകണം. കല്യാണം കഴിയുമ്പോൾ നമ്മൾ പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുമായിരുന്നു. എല്ലാവരും ടയേർഡായിട്ട് ഭയങ്കര ക്ഷീണിച്ചിരിക്കുമായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ 3 പേരും കൂടി ഇങ്ങ് ഇറങ്ങി. ബാക്കി എല്ലാവരും അവിടെ കല്യാണമൊക്കെ കഴിച്ച് കല്യാണം കൂടി ക്ഷീണിച്ചിരിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോയി വന്നു. എനിക്ക് ഇത്രയും കാശ് മുടക്കി വന്നതല്ലേ ലണ്ടൻ. അറ്റ്ലീസ്റ്റ് അവിടുത്തെ ഡെക്കറേഷൻസ് എങ്കിലും കാണാതെ വരുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ 3 ആളങ്ങ് ഇറങ്ങി സ്ട്രീറ്റിലോട്ട്. ഭയങ്കര എസ്തറ്റിക് ഡ്രീമി കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിൻട്രസ്റ്റ് പിക്കൊക്കെ എടുക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളൊക്കെ. പിന്നെ വൈകുന്നേരം എല്ലാവരും
എന്താ പറയുക കല്യാണം കൂടി ടയേർഡ് ഇതിനായിട്ട് വന്നതല്ലല്ലോ, കല്യാണത്തിന് വേണ്ടി വന്നില്ല, അത് ആകെ ടയേർഡായിപ്പോയി. പിന്നെ ഉള്ളത് വെച്ച് ഓണം പോലെയെന്ന് വെച്ചിട്ട് നമ്മളങ്ങ് ഇറങ്ങി, അധികം സ്ട്രീറ്റ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങി. പിന്നെ സ്ട്രീറ്റിലെ സ്ട്രീറ്റ് ഫുഡ് അത് ഇതൊക്കെ കണ്ട് കടയിലൊക്കെ കയറി ഇറങ്ങി കുറച്ച് ടൈം എടുത്ത് അന്നേരം നമുക്ക് പോകും വേണം തിരിച്ച് വീട്ടിലോട്ട്. ടൈമേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ കുറേ കാര്യങ്ങളൊക്കെ കണ്ട് കയറി ഇറങ്ങി ഇരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഈ ലണ്ടൻ സൈഡിലോട്ട് വരണം ഈ ഒരു ക്രിസ്മസിൻ്റെ വൈബ് അറിയണം. കാരണം എല്ലായിടത്തും ഒടുക്കത്തെ തിരക്ക്, എന്ത് തിരക്കായിരുന്നറിയോ. നമുക്കിങ്ങനെ പുറത്തുനിന്ന് സെൽഫി എടുക്കാനല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞാൽ കാശ് പൊട്ടണ വഴി അറിയില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തു കൂടെ ഒക്കെ കറങ്ങി ഒന്നും ഉള്ളിലോട്ട് പോയില്ല. പുറത്തു കൂടെ കാണാൻ പറ്റുന്ന, ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട്. അത്യാവശ്യം കൊണ്ട് വലിയൊരു ക്രിസ്മസ് ട്രീ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ അവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസ് എടുത്തില്ല, വീഡിയോസ് എടുത്തു. നല്ല രസമുണ്ടല്ലേ, നല്ല രസം. ഇവിടെ എന്തുമാതിരി ഡെക്കറേഷൻസ് എന്നറിയോ ഇതിൻ്റെ ലണ്ടൻ ആ സൈഡിൽ ഫുള്ള്. ഞങ്ങൾ എന്നിട്ട് പകുതി മുക്കാലും കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരുന്നതുകൊണ്ട് ആ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് കണ്ടു പോയേ ഉള്ളൂ. ശരിക്കും അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് സൂപ്പറായിട്ട് കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്ക് ABCD അറിയാത്തപ്പോൾ ഞങ്ങൾ ചുമ്മാ കാണുന്ന സ്ഥലത്തോട്ട് മാത്രമേ പോയുള്ളൂ, അടുത്തുള്ള സ്ഥലത്തോട്ട് മാത്രമേ പോയുള്ളൂ. പിന്നെ അതുണ്ട് ഇതൊരു തിരക്കെന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ലണ്ടൻ ബ്രിഡ്ജിലോട്ട് പോയി കേട്ടോ, പെട്ടെന്ന് തന്നെ പോയി വന്നു. അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി. നമ്മൾ ഓടുമായിരുന്നു കാണാൻ വേണ്ടി. എന്നിട്ട് അങ്ങനെ പുറത്തുനിന്ന് കണ്ടു അവിടെ ഒരു ഷിപ്പ് ഇരിക്കുന്നുണ്ടോ. ആ ഷിപ്പ് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയെന്ന് അവർ പറഞ്ഞത്. അത് എന്നിട്ട് ലണ്ടൻ ബ്രിഡ്ജ് ഇങ്ങനെ പൊക്കും. ഇത് എന്താ പറയുക, ഇത് പോകാൻ വേണ്ടിയിട്ട് അത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രമേ അത് തുറന്നു കൊടുക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ രാത്രി ആയതുകൊണ്ട് മര്യാദയ്ക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും കിട്ടില്ല. പിന്നെ മുഖം ആകെ ടയേർഡായിട്ട് എല്ലാവർക്കും നേരെ വന്ന് അവിടെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ഞാൻ ആദ്യമായിട്ടാണല്ലോ ലണ്ടൻ ബ്രിഡ്ജ് കാണുന്നത്. 2 വർഷമായി ഇവിടെ വന്നിട്ട്. എന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മളിവിടെ 6 മണിക്കൂറൊക്കെ, നമ്മളിപ്പോൾ നോർത്ത് ടു ഇന്ത്യയിൽ നിന്ന് സൗത്തിൽ നിന്ന് നോർത്തേക്ക് പോകുന്ന പോലെയാണ് നമ്മളിവിടെ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ കുറേ എന്താ പറയുക ക്രിസ്മസ് സ്ട്രീറ്റ്, എന്താ പറയുക ക്രിസ്മസിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിന് വേണ്ടിയിട്ട് ക്രിസ്മസ് മാർക്കറ്റ് തുറക്കത്തില്ല. അങ്ങനെ അങ്ങോട്ട് പോയി കുറച്ച് ഫുഡ് അടിച്ചു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഫുഡ് അടിച്ചും കറങ്ങാൻ കഴിഞ്ഞിട്ട് ഒരു വഴിയായി. എന്നിട്ട് ഇവർ വണ്ടിയിലാണ് പോകുന്നത്, നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഇവരെ യാത്രയാക്കി നമ്മൾ എന്താ പറയുക വന്നു. ട്രംപിലാണ് തിരിച്ചു പോകുന്നതും. അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് രാവിലത്തെ വ്യൂ. നല്ല രസമുണ്ടല്ലോ, എന്ത് രസമാണ് ഇവിടേക്ക്. ഇവിടെയൊക്കെ താമസിക്കണമെങ്കിൽ ആധാരം വിറ്റാലും നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഇതാണ്. അങ്ങനെ നമ്മളവിടെ എപ്പോഴാണ് നമ്മളിങ്ങനെ ആവുക എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മളിങ്ങനെ ഇരുന്ന്. നമ്മുടെ ബസ് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ലേറ്റാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് ഫുഡ് കഴിക്കാൻ പക്ഷേ നല്ല വിശപ്പ്. അപ്പം അവിടെ അടുത്ത് തന്നെ ഫുഡ് കോർട്ട് പോയിട്ട് KFCന്ന് ഫുഡ് കഴിച്ചു. KFCന്ന് ആദ്യമായിട്ടാണ് റൈസ് കഴിക്കുന്നത്. കൊള്ളത്തില്ലായിരുന്നു, വലിയ രസമൊന്നുമില്ല. സ്പൈസി റൈസൊക്കെയാണ് ഓർഡർ ചെയ്തത്, പക്ഷേ ഭയങ്കര മധുരമായിരുന്നു. സ്പൈസി എന്നൊക്കെ പറയുമ്പോൾ എന്താണോ ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ സ്പൈസി റൈസ് വിത്ത് എന്താണ് ഫ്രൈഡ് ചിക്കനാണ് ഓർഡർ ചെയ്തത്. ഇത് കണ്ടില്ല, ഇതൊരു സോസ്, ഒരു സ്പെഷ്യൽ സാധനം കണ്ടിട്ട് കൊതിയായിട്ട് ഓർഡർ ചെയ്തതാണ്. പക്ഷേ സോസ് ഒട്ടും കൊള്ളില്ല. അത് പിന്നെ വാങ്ങിച്ചതല്ലേന്ന് വെച്ചിട്ട് കഷ്ടപ്പെട്ടങ്ങ് കഴിച്ചു. എന്താ ചെയ്യാം, കഷ്ടപ്പാടെ അങ്ങനെ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ. ഓക്കെ ബൈ, താങ്ക് യു.